ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് വേണ്ടി വായിപ്പാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു. സ്തോത്രം. എൻ്റെ മെസ്സേജിന്റെ ടൈറ്റിൽ എ ഫാദേഴ്സ് കൗൺസിൽ, ഒരു അപ്പന്റെ ഉപദേശം അല്ലെങ്കിൽ ഒരു അപ്പന്റെ പ്രബോധനം. പ്രൈസ് ദി ലോർഡ്. സാധാരണ പ്രസംഗിക്കുമ്പോൾ ഒരു ടൈറ്റിൽ ഇട്ട് പ്രസംഗിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഫാദേഴ്സ് ഡേ ആയതുകൊണ്ടുള്ള പ്രത്യേകതയല്ല, മറിച്ച് അതോടനുബന്ധിച്ചിട്ടുള്ളൊരു മെസ്സേജ് ആയിരിക്കുന്നത് കൊണ്ട് I have a title for today's message is a father's counsel. ഒരപ്പൻ തൻ്റെ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം. പ്രൈസ് ദി ലോർഡ്. ഒരപ്പൻ മകന് കൊടുക്കുന്ന ഉപദേശം അല്ലെങ്കിൽ പ്രബോധനം. ആ പദം അല്ലെങ്കിൽ ആ വാക്യങ്ങൾ നാം ശ്രദ്ധിക്കുമ്പോൾ തന്നെ അപ്പൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, മകൻ ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൻ മറ്റാരുമല്ല, ദാവീദാണ്. മകൻ മറ്റാരുമല്ല, ആരാണ്? ശലോമോനാണ്. സ്തോത്രം. അപ്പനാകുന്ന ദാവീദ് ഇസ്രായേലിലെ 2-ാമത്തെ രാജാവായി ദൈവത്താൽ അഭിഷേകം ചെയ്ത് വേർതിരിക്കപ്പെട്ട അപ്പനാകുന്ന ദാവീദ് ഇസ്രായേലിന്റെ 3-ാമത്തെ രാജാവായിരിക്കുന്ന മകനായിരിക്കുന്ന ശലോമോനോട് തൻ്റെ ജീവിതത്തിന്റെ അന്ത്യഘട്ടങ്ങളിൽ കൊടുക്കുന്ന ചില പ്രബോധന ശബ്ദങ്ങളാ. സ്തോത്രം. നമ്മൾ പറയാറുണ്ട് ഐ വിഷ്, ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ മക്കളെ നാം ആഗ്രഹിക്കുകയല്ല. ഇന്ന് രാവിലെ ഒരു മസ്കുലിനിറ്റി വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരു പുരുഷന്റെ ധൈര്യം, ഒരു പുരുഷന്റെ ഉറപ്പ്. സ്തോത്രം. പ്രത്യേകിച്ച് കൊരിന്ത്യ ലേഖനം ഞങ്ങൾ മെൻസ് മീറ്റിംഗിൽ പഠിച്ചു വരുമ്പോൾ 1 കൊരിന്ത്യർ 16-ാം അധ്യായം എടുക്കേണ്ട 13-14 വാക്യങ്ങളിലെല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ, നിങ്ങൾ ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുവീൻ, ആക്ട് ലൈക്ക് മെൻ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അല്പം കൂടെ പ്രൗഢ ഗംഭീരമാകുന്ന രീതിയിൽ, അല്പം കൂടെ ധൈര്യത്തോടുകൂടെ സാഹചര്യങ്ങളെ വിശകലനം ചെയ്ത് ഒരു പുരുഷനായി നിലനിന്നുകൊണ്ട് തന്റെ തലമുറകളെ ദൈവത്തിന്റെ കൃപയിൽ അഭ്യസിപ്പിക്കുകയും ആ വചനം പ്രമാണിപ്പാൻ ഉത്സാഹിപ്പിക്കുകയും ആ ഡിസിപ്ലിൻ മെഷർ മെയിൻറ്റെയിൻ ചെയ്ത് അപ്രകാരം വഴിയിൽ കൂടെ പോകുന്ന ഒരു പിതാവാകുന്ന ദാവീദ് തൻ്റെ അന്ത്യകാലഘട്ടങ്ങളിൽ തൻ്റെ മകനോട് അരുളി ചെയ്യുന്ന വചനങ്ങൾ. സ്തോത്രം. നമുക്ക് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. യാ പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാവുന്ന ദാവീദ് സിംഹത്തെ കൊന്നിട്ടുണ്ട്, പറഞ്ഞാട്ട് കരടിയെ കൊന്നിട്ടുണ്ട്. മല്ലന്മാരാകുന്ന ഫെലിസ്ത്യരെ പ്രധാനപ്പെട്ട ഗോലിയാത്തിനെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊന്നിട്ടുണ്ട്. സ്തോത്രം. എൻ്റെ അർത്ഥം താനൊരു കൊലപാതകി എന്നല്ല, താൻ ബലശാലിയാ. സ്തോത്രം. ഞാൻ ഈ 3 പറഞ്ഞ ഉദാഹരണങ്ങളും തെളിയിക്കുന്നത് താനൊരു കൊലപാതകി എന്നല്ല, പിന്നത്തേതിൽ താനൊരു കൊലപാതകയായി. അത് ഞാൻ പിന്നീട് വരുന്ന സന്ദർഭത്തിൽ പറയാം. എങ്കിലും ഞാൻ ഇപ്പോൾ പറഞ്ഞ സിംഹത്തെ കൊന്നതും കരടിയെ കൊന്നതും ഗോലിയാത്തിനെ കൊന്നതൊക്കെ താനൊരു ബലശാലിയായിരുന്നു. താൻ നല്ലൊരു കവിയായിരുന്നു. ആയിരുന്നോ? നല്ലൊരു മ്യൂസീഷ്യൻ ആയിരുന്നോ? നല്ലൊരു ഇൻസ്ട്രുമെന്റ് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നോ? സ്തോത്രം. മൾട്ടി ടാലന്റഡ് പേഴ്സണാലിറ്റി ആയിരുന്നോ? ഞാനിപ്പോൾ പറഞ്ഞല്ലോ. സ്തോത്രം. ബലശാലിയായി, നല്ലൊരു കവിയായി, നല്ലൊരു പാട്ടുകാരനായി, നല്ലൊരു കമ്പോസറായി, നല്ലൊരു ഇൻസ്ട്രുമെൻ്റ് ഒക്കെ പ്ലേ ചെയ്തുകൊണ്ട് വളരെ മനോഹരമാകുന്ന രീതിയിൽ മൾട്ടി ടാലന്റഡ് ആയി പോയിരുന്ന ഒരു വ്യക്തി. താനൊരു സോൾജിയർ ആയിരുന്നു, താനൊരു ലീഡർ ആയിരുന്നു. ലീഡർഷിപ്പ് ഇൻ ദ സെൻസ് താൻ രാജാവായി സേവനമനുഷ്ഠിച്ച വ്യക്തി. ഇത്രയും പദവികൾ താൻ അലങ്കരിച്ചുകൊണ്ട് മൾട്ടി ടാലന്റഡ് ആയിട്ട് നിന്നൊരു വ്യക്തി
തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നു വന്നപ്പോൾ താൻ അടുത്ത തലമുറയോട് സംസാരിക്കുന്ന വസ്തുതകൾക്ക് അല്പം കൂടെ ആഴമുണ്ട്. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കൾ വളരെ ശ്രദ്ധിക്കണം. ഒരുപാട് കഴിവുകൾ നമുക്കുണ്ട്, ഒരുപാട് കൃപകൾ നമുക്കുണ്ട്, ഒരുപാട് ടാലന്റുകൾ നമുക്കുണ്ട്, ഒരുപാട് പണം നമുക്ക് കാണാം, എസ്റ്റേറ്റ് കാണാം, ഒരുപാട് പദവികൾ നമുക്ക് കാണാം. ഇതെല്ലാം ഉള്ളത് തെറ്റല്ല. എന്നാൽ അടുത്ത തലമുറയെ കുറിച്ച് കൺസേൺ ഉള്ള മാതാപിതാക്കളായിട്ട് ഇന്ന് രാവിലെ ദൈവമക്കളായി തീരണം. നാം കൊടുക്കുന്ന സ്വത്ത് ഒരു വ്യക്തിയെ ദൈവകൃപയിൽ നിർത്തത്തില്ല. നാം കൊടുക്കുന്ന മറ്റ് സാഹചര്യങ്ങൾ ഒരു വ്യക്തിയെ ദൈവകൃപയിൽ വഴി നടത്തണമെന്നില്ല. അതൊക്കെ ഭൗതിക ചുറ്റുപാടുകളാണ്, ഫിസിക്കൽ ഇൻഹെറിറ്റൻസ് ആണ്. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുവാൻ ഇച്ഛിക്കുന്നത്, നമ്മുടെ ഓരോ ഫിസിക്കൽ ഇൻഹെറിറ്റൻസും ദൈവം പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. മറിച്ച് ആത്മീയ പൈതൃകം എന്തടുത്ത തലമുറയിലേക്ക് നമുക്ക് കൈമാറുവാൻ കഴിയുന്നുവോ അതാണ് തലമുറയെ ക്രിസ്തുയേശുവിന്റെ കൃപയിൽ പിടിച്ചു നിർത്തുന്നത്. പല മാതാപിതാക്കൾ ലോകത്തിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല സമ്പത്ത് കൊടുത്തു, നല്ല വാഹനം കൊടുത്തു, നല്ല ഭവനം കൊടുത്തു, നല്ല പോലുള്ള പഠിത്തം കൊടുത്തു, നല്ല ചുറ്റുപാടുകൾ കൊടുത്തു. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇതെല്ലാം അമ്പേ പരാജയത്തിൽ കലാശിക്കുന്ന ലോകത്തിൽ ദാവീദ് രാജാവ് നമ്മുടെ മുമ്പിൽ പിതാക്കന്മാരോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് ഈ ഫാദേഴ്സ് ഡേ ലോകം സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ പാരന്റ്ഹുഡാണ് ഞാൻ പറയുവാൻ ഇച്ഛിക്കുന്നതെങ്കിലും പ്രത്യേകിച്ച് അപ്പന്മാരെ ഫോക്കസ് ചെയ്ത് ഞാൻ പറയട്ടെ, അടുത്ത തലമുറയെ ദൈവകൃപയിൽ നിർത്തുവാൻ എന്ത് കൈമാറുവാൻ കഴിഞ്ഞിട്ടുണ്ടോ, that is what is called the legacy that we have left behind in the spiritual Christendom. മൾട്ടി ടാലന്റഡ് ആയിരുന്ന ഒരു വ്യക്തി തന്റെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിൽ തന്റെ മകനാകുന്ന ശലോമോനോട് അരുളി ചെയ്യുന്ന ആ വാക്കുകൾ, ഇൻസ്ട്രക്ഷൻസ്, ആ പ്രബോധനങ്ങൾ, ആ ഉപദേശങ്ങൾ ഇന്ന് രാവിലെ വായിച്ചു കേൾപ്പാനായിട്ട് ഇടയായി തീർന്നല്ലോ. സ്തോത്രം. ഒന്നാമത്തെ കാര്യം താൻ പറയുന്നു, അതിൻ്റെ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. 1-ാം വാക്യത്തിൽ നാം കണ്ടു, ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ അവൻ തന്റെ മകനാകുന്ന ശലോമോനോട് കൽപ്പിച്ചത് എന്തെന്നാൽ, what he commanded to his son Solomon at his dying bed. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ഈ കമാൻഡ്സ് എന്ന് പറയുന്നത് ഓപ്ഷണൽ അല്ല. കമാൻഡ്സ് എന്നുള്ളത് സംതിങ് ദാറ്റ് വി ആർ ടു ഫോളോ ആൻഡ് ഒബ്സർവ് ഇൻ അവർ ലൈഫ്. എത്ര പേർ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നു? ശ്രമിക്കാമെന്ന് പറയുന്നതല്ല കമാൻഡ്സ് എന്നുള്ളത്, മറിച്ച് ദാറ്റ് ഈസ് എ മസ്റ്റ് തിങ് ടു ഡു. ദൈവത്തിന്റെ മക്കൾ ശ്രദ്ധിക്കണമേ, കമാൻഡ്മെന്റ്, കൽപ്പന, ഉപദേശം എന്നുള്ളത് ശ്രമിച്ചു നോക്കാമെന്ന് പറയേണ്ടുന്ന ഒരു വസ്തുതയല്ല, മറിച്ച് ഒരു ദൈവവൈതലിനോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ടുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരുന്ന പദം ഹല്ലേലൂയ. ദാവീദിന് മരണകാലം അടുത്തു വന്നപ്പോൾ തന്റെ മകനാകുന്ന ശലോമോനോട് കൽപ്പിച്ചതെന്തെന്നാൽ, ഫാദേഴ്സ് കൗൺസിൽ എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചല്ലോ. 2-ാം വാക്യത്തിൽ ഒരു കൗൺസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 3-ാം വാക്യത്തിൽ അടുത്തൊരു കൗൺസിൽ താൻ പറയുന്നുണ്ട്. 4-ാം വാക്യത്തിൽ അടുത്തൊരു കൗൺസിൽ താൻ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. സ്തോത്രം. David the king at his dying bed giving a commandments to his son Solomon, like a 3 commandments, 3 counsel. ഇന്ന് രാവിലെ ചിന്തയ്ക്ക് വേണ്ടി ആ 3 കൗൺസിൽ ചിന്തിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ നാം കണ്ടല്ലോ, 2-ാം വാക്യത്തിൽ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കുക. ആമേൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ, എന്റെ ഈ പുരുഷത്വത്തിന്റെ പ്രത്യേകത. സ്ത്രീകളാരും അല്ലെങ്കിൽ സഹോദരിമാരെന്നോട് വിദ്വേഷപ്പെടരുത്, ഇന്ന് ഫാദേഴ്സ് ഡേ. എന്താ പുരുഷത്വത്തിന്റെ പ്രത്യേകത? അവര് സാധാരണഗതിയിൽ ബലശാലികളാണ്, ആണോ? അല്ലെങ്കിൽ ധൈര്യശാലികളാണ്? എന്താണ്? സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. വേദോസ്തമൊക്കെ പറയുന്നത് സ്ത്രീകൾ വീക്കർ വെസലാണെന്ന്. അങ്ങനെയൊന്നും പറഞ്ഞ് സഹോദരിമാരെ ഐസൊലേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വളരെ സ്ട്രോങ് വെസല. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്റർ പറഞ്ഞു,
സംസാരിച്ചോ പറയുകയാണ്, ദൈവദാസനെ നമ്മൾ പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ നമ്മളങ്ങ് തളർന്നു പോകും. പിന്നെ നമ്മുടെ സഹോദരിമാര് ഭാര്യമാര് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് സന്തോഷമായല്ലോ. എന്നാൽ പൊതുവെ അറിയപ്പെടുന്നത് ഒരു മാസ്കുലൻ ഫീച്ചർ എന്താണെന്നറിയാമോ? സ്ട്രെങ്താ, സ്ട്രോങ് വിൽ, പവർഫുള്ളാ, ബോൾഡ്നെസ്സാ. സ്തോത്രം. സാഹചര്യങ്ങളെ ഫേസ് ചെയ്യണം. യുദ്ധം വന്നാൽ അഭിമുഖീകരിക്കണം. യുദ്ധം വന്നാൽ പിന്തിരിഞ്ഞു പോകുന്ന സാഹചര്യമല്ല. ജീവിതത്തിൻ്റെ ഏതു വെല്ലുവിളികളും നേരിടുവാൻ തയ്യാറാകണമെന്ന ഒന്നാമത്തെ കൗൺസിൽ. ഞാൻ പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? ജീവിതം എപ്പോഴും പട്ടുമെറ്റയല്ല, എപ്പോഴും സുഗമമായ പാതയായിരിക്കത്തില്ല. ഹംസുണ്ട്, ബംസുണ്ട്, കയറ്റങ്ങളുണ്ട്, കുഴികളുണ്ട്, കാഠിന്യമേറിയ ശോധനകൾ കടന്നു വരും. ജീവിതം അമ്പെ പരാജയപ്പെട്ടു എന്നൊക്കെ തോന്നിപ്പോകും. അങ്ങനെ പല വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പ്രത്യേകിച്ച് ശലോമോനെ സംബന്ധിച്ച് രണ്ട് രീതികൾ വെല്ലുവിളികൾ താൻ ഫേസ് ചെയ്യണം. തൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്ന വെല്ലുവിളികൾ, താൻ രാജാവെന്ന പദവിയിൽ ഇരിക്കുമ്പോൾ കടന്നു വരുന്ന വെല്ലുവിളികൾ. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണം, നമുക്ക് മൾട്ടിപ്പിൾ വെല്ലുവിളികൾ ഫേസ് ചെയ്യേണ്ടുന്നവരാ. മൾട്ടിപ്പിൾ ടാലൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ശരിയാണ്. ഒരു ഭർത്താവായിരിക്കുമ്പോൾ ആ ഹസ്ബൻഡ്ഹുഡിന്റെ വെല്ലുവിളികളുണ്ട്. ഒരു അപ്പനായിട്ടിരിക്കുമ്പോൾ ആ ഫാദർഹുഡിന്റെ വെല്ലുവിളികളുണ്ട്. വെല്ലുവിളികൾ നിറഞ്ഞ ലോകത്തിൽ കൂടെ ദൈവത്തിന്റെ മക്കൾ കടന്നു പോകുമ്പോൾ ഇന്ന് രാവിലെ തിരുവചനം ഒന്നാമത്തെ കൗൺസിൽ പറയുന്നു, ആക്ട് ലൈക്ക് എ മാൻ. പുരുഷത്വം കാണിക്കണം. ഹല്ലേലൂയ. എങ്ങനെ പുരുഷനായിരിക്കണം എന്ന് പറയുന്നത്? ധൈര്യം പൂണ്ട പുരുഷനായിരിക്കണം. അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ, റെഡി ടു ഫേസ് ദ ചാലഞ്ചസ് ആൻഡ് ഫേസ് ദ ചാലഞ്ചസ് വിത്ത് ബോൾഡ്നെസ് ആൻഡ് കോൺഫിഡൻസ്. മനസ്സിലായ ദൈവത്തിൻ്റെ മക്കൾക്ക്? ഏത് സന്ദർഭത്തിലും വെല്ലുവിളികൾ വരും. വെല്ലുവിളികൾ ഫേസ് ചെയ്യാൻ തയ്യാറാകണം. വെല്ലുവിളികൾ ഫേസ് ചെയ്യുവാൻ തയ്യാറാകുവാൻ ധൈര്യവും ദൈവകൃപ എന്ത് ചെയ്യണം? സംഭരിക്കണം. ആമേൻ. വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം ആസ്വദിക്കുന്ന ദൈവമക്കളുണ്ട്. അപ്പോൾ തന്നെ വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതം വളരെ ഭയപ്പെടുത്തുന്ന ഭയാനകമാകുന്ന അനുഭവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിൻ്റെ മക്കളുണ്ട്, അല്ലെങ്കിൽ ലോകത്തിൽ വ്യക്തിത്വങ്ങളുണ്ട്. സ്തോത്രം. വെല്ലുവിളികൾ നിറഞ്ഞ മണ്ഡലത്തിൽ ജോഷുവ അടുത്തൊരു ലീഡർഷിപ്പ് എടുക്കുവാൻ താല്പര്യപ്പെടാതിരുന്നപ്പോൾ ദൈവസാന്നിധ്യം ഇറങ്ങി വന്ന് മോശയുടെ മരണശേഷം ജോഷുവയോട് കൽപ്പിക്കുന്ന വചനങ്ങൾ എന്താണെന്നറിയാമോ? നീ ഉറപ്പും പറഞ്ഞേ ധൈര്യമുള്ളവനായിട്ടിരിക്കുക. സ്തോത്രം. ഞാൻ മോശയോട് കൂടി ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളെ, സ്വർഗീയ അപ്പന്റെ ഒരു കൗൺസിൽ എന്താണെന്നറിയാമോ? ഏത് വെല്ലുവിളികൾ ഒരു അപ്പൻ എന്ന നിലയിലും ഒരു പാരന്റ് എന്ന നിലയിലും നിങ്ങൾ കടന്നു പോകുമ്പോൾ, ഫേസ് ചെയ്യുമ്പോൾ, ഓ സ്തോത്രം, കൃതാർത്ഥനായി നമ്മെ നിർത്തുവാൻ കഴിവുള്ള കരുത്തുറ്റൊരു ദൈവമുണ്ട്. ആ ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും വിശ്വസിക്കുന്നെങ്കിൽ ആ വചനം ഇന്ന് രാവിലെ പറയുന്നു, നീ ധൈര്യത്തോടുകൂടെ നീ പുരുഷനായിരിക്കാൻ പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? മോശയോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇന്ന് രാവിലെ ദൈവത്തിന്റെ മക്കളോട് ചോദിക്കട്ടെ, ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ചുണർത്തുവാൻ തൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നെങ്കിൽ നിശ്ചയമായും അതിനൊരു പോസിറ്റിവിറ്റി ഉണ്ട്. മോശയോട് കൂടെ ഞാൻ ഇരുന്നത് പോലെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ ജോഷുവ അടുത്തതായി മോശയുടെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് മോശ കടന്നുപോയ എല്ലാ വെല്ലുവിളികൾ ജോഷുവ വളരെ ദൃക്സാക്ഷിയായി പ്രൈമർലി വിറ്റ്നസ് ആയിട്ട് എല്ലാം കണ്ടിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം എങ്ങനെയാണ് ദൈവസാന്നിധ്യം മോശയെ വിജയ ശ്രീലാളിതനാക്കിയെന്നുള്ളത് വസ്തുതാപരമായിട്ടും ഈ ജോഷുവ കണ്ടതുകൊണ്ട് ജോഷുവയോട് ദൈവം പറയുകയാണ്, as I had been with Moses, I will remain with you and nobody will stand against you. നിന്റെ നേരെ ഒരുത്തരും നിൽക്കത്തില്ല. Praise the Lord. അപ്പന്മാരോട് ഞാൻ രാവിലെ പറയട്ടെ, ജീവിതം വെല്ലുവിളികളാ, ജീവിതം വേദനാജനകമാ. എങ്ങനെ തുടങ്ങി എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് പല സാഹചര്യത്തിലും നമുക്കറിയാൻ ഒക്കത്തില്ല. എന്നാൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ വചനം എന്താണെന്നറിയാമോ? വെല്ലുവിളികൾ നിറഞ്ഞ ജീവിതയാത്രയിൽ
കൈവിടാത്തവനായി കൂടെയിരുന്ന ഉറപ്പും ധൈര്യവും നിന്നിലേക്ക് പകർന്നു നൽകി. നീ പരാജയപ്പെട്ടു പോകാൻ പരാജയപ്പെട്ട് അവസാനിപ്പിക്കുവാൻ അനുവദിക്കാതെ നിന്നെ തല ഉയർത്തി നിവരെ നിൽക്കുമാറാക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ മക്കൾ വിശ്വസിക്കുന്നെങ്കിൽ അടുത്ത തലമുറയിലേക്ക് കൈമാറേണ്ടെന്നറിയാമോ? പൈതലേ, മകനെ, മകളെ, നീ ഒരു ദൈവ പൈതലായി വിശ്വസ്തയോടുകൂടെ നിൽക്കണം. ചില പ്രിയപ്പെട്ടവർക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ പലതും ഭൗതികം കാണും, ചിലർക്കൊന്നും കാണത്തില്ല. കഴിഞ്ഞ ദിവസം ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടു, പാഴ്സനേജിൽ വളർന്ന പല വേവുള്ള അരികൾ ഭക്ഷിച്ച ആ വെല്ലുവിളികൾ നിറഞ്ഞ് മുന്നോട്ട് പോയെങ്കിലും കൈവിടാത്തവനാകുന്ന ദൈവം തലമുറകളെല്ലാം മാനിച്ചുയർത്തി ഈ അമേരിക്കയിൽ കൊണ്ടുവന്ന് ഏറ്റവും ശ്രേഷ്ഠമായി അനുഗ്രഹിപ്പാനായിട്ട് ഇടയായി തീർന്നെങ്കിൽ ഇന്ന് രാവിലെ അടുത്ത തലമുറയോട് പിതാവേ, ഞാനും നിങ്ങളും പറഞ്ഞു കൊടുക്കേണ്ടുന്നൊരു വസ്തുതയുണ്ട്. ഭൗതിക മണ്ഡലത്തിൽ കൈമാറുവാൻ ഒന്നുമില്ലെങ്കിലും ആത്മമണ്ഡലത്തിൽ ഞാൻ നിങ്ങൾ കൈമാറേണ്ടുന്ന എന്താണെന്നറിയാമോ? ദൈവകൃപയിൽ മക്കളെ പോറ്റി വളർത്തുക. ശാന്തമായിട്ടാണ് ഞാൻ ഇന്ന് രാവിലെ സംസാരിക്കുന്നത്. ദൈവകൃപയിൽ മക്കളെ പോറ്റി വളർത്തുക. കൃപ വിട്ടുപോകുന്ന ഒന്നും അവരിൽ ഉണ്ടാകാതിരിക്കാൻ സൂക്ഷിക്കുക. അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടുന്ന കൗൺസിൽ കൊടുക്കുക, ദൈവത്തോട് യാചിക്കുക. കർത്താവേ, എൻ്റെ തലമുറ നശിച്ചു പോകാൻ ഇടവരാതെ ദൈവകൃപയോടുകൂടെ നിൽക്കുവാൻ വേണ്ടുന്ന ധൈര്യം അവർക്ക് കൊടുക്കണം. ഒരു അപ്പനെന്ന നിലയ്ക്ക് അതിൻ്റെ ധൈര്യം അവരിലേക്ക് ഇത് പകർന്നു കൊടുക്കുവാൻ വേണ്ടുന്ന കോൺഫിഡൻസും ഫെയ്ത്ത് ലെവലും എന്നിൽ വർദ്ധിപ്പിക്കുമാറാകണമേ എന്ന് ദൈവത്തിൻ്റെ മക്കൾ പ്രാർത്ഥിക്കുക. നമ്പർ 1 കൗൺസിൽ, ആക്ട് ലൈക്ക് മെൻ. ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കുക. രണ്ടാമത്തെ കൗൺസിൽ, ഞാൻ 3-ാമത്തെ വാക്യം വായിക്കാതെ 4-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ വരികയാ. സ്തോത്രം. ഈ 4-ാമത്തെ വാക്യം വായിക്കുന്നതിന് മുൻപ് എൻ്റെ ഇംഗ്ലീഷ് മെസ്സേജിലും എൻ്റെ ഒരു പാർട്ട് വരുമെങ്കിൽ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഈ അപ്പൻ എന്നുള്ളത് ഒരു പദവിയാ വിത്ത് റെസ്പോൺസിബിലിറ്റി. എന്താ? ഇറ്റ്സ് എ പൊസിഷൻ വിത്ത് റെസ്പോൺസിബിലിറ്റി. ഇസ്രായേൽ മക്കളോടുള്ള ബന്ധത്തിൽ ആലയവും അല്ലെങ്കിൽ സമാഗമന കൂടാരമൊക്കെ വരുന്നതിന് മുൻപ് ദൈവം ഓരോ കുടുംബങ്ങളിലെ പിതാക്കന്മാരെ ഓരോ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നു. എന്താ ഉത്തരവാദിത്വം അറിയാമോ? ദേ ഹാവ് ടു ഫങ്ഷൻ ഇൻ ദ റെസ്പെക്റ്റീവ് ഫാമിലി ആസ് എ പ്രീസ്റ്റ്. എന്നെ വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ആലയവും ഈ സമാഗമന കൂടാരവും ഈ ആരാധന രീതികളെല്ലാം ഇസ്രായേലിൽ കർത്താവ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുൻപ് ഓരോ ഭവനത്തിലെയും അപ്പന്മാരെ ഓരോ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിരുന്നു. പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എന്തായിരുന്നു അറിയാമോ? ദേ ഹാവ് ടു ഫങ്ഷൻ ആൻഡ് റിമെയിൻ ലൈക്ക് എ പ്രീസ്റ്റ്. അവരുടെ കുടുംബത്തിൻ്റെ ഒരു പുരോഹിതൻ. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകം 6-ാം അധ്യായം അതിന് 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ അപ്പന്മാരോട് പിതാവാകുന്ന ദൈവം കൊടുക്കുന്ന ഉപദേശമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എൻ്റെ അടുത്ത മെസ്സേജിന് എൻ്റെ പാർട്ട് വരുന്നതായതുകൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിപ്പാനായിട്ട് ഇച്ഛിച്ചതേ ഉള്ളൂ. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസനാകുന്ന പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കൾ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞു എന്നതുപോലെ എന്ത് ചെയ്തു? നിങ്ങളെ നടത്തി എന്ന് എഴുതിയിട്ടുണ്ട്. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 Thessalonians chapter 2 verse, മലയാളത്തിൽ 12-ാമത്തെ വാക്യമാണ്. ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ, വായിക്കാം, ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്നതുപോലെ പ്രബോധിപ്പിച്ച ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പന്റെ ഉത്തരവാദിത്വം ശ്രദ്ധിക്കണം. അപ്പൻ മക്കൾക്ക് എന്നതുപോലെ എന്ത് ചെയ്തു? പറഞ്ഞേ,
പ്രബോധിപ്പിച്ചും, അടുത്തത് ഉത്സാഹിപ്പിച്ചും, അടുത്തത് സാക്ഷ്യം പറഞ്ഞും പോന്നു. നമ്മുടെ കോൺസെപ്റ്റ് എന്താ അപ്പന്മാരെ? നമ്മുടെ കോൺസെപ്റ്റ് എന്താ? സാധാരണഗതിയിൽ നമ്മുടെ മലയാളി കൾച്ചറിൽ നമ്മുടെ പ്രാരംഭ സമയം മുതലുള്ള കോൺസെപ്റ്റ് എന്താണെന്നറിയാമോ? വീട്ടിലെ കാര്യങ്ങളെ നോക്കി വീട്ടു ചെലവ് നടത്തി ആ ഭാരങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുക ഉള്ള റെസ്പോൺസിബിലിറ്റി. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ആരെ ഏൽപ്പിച്ചിരിക്കുക? ഇങ്ങോട്ട് ഏൽപ്പിച്ചേക്കുക. ഇതായിരുന്നു പണ്ടത്തെ റെസ്പോൺസിബിലിറ്റി. ഇന്ന് പഴയ റെസ്പോൺസിബിലിറ്റി പറഞ്ഞുകൊണ്ടൊന്നും കാര്യമായില്ല. നമുക്ക് ബിബ്ലിക്കൽ കൾച്ചറിലേക്കൊന്ന് നോക്കി കഴിയുമ്പോൾ അപ്പൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നറിയാമോ? സാക്ഷ്യം പറഞ്ഞും ഉത്സാഹിപ്പിച്ചും. ഹലോ അപ്പന്മാരെ, നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, സഭാംഗങ്ങൾ വന്ന് ദൈവത്തെ ആരാധിക്കുന്നു, നമുക്ക് കൊടുക്കാവുന്ന സാമ്പത്തിക സഹായങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നു. ഇതൊക്കെ ശരിയാ. എന്നാൽ ഇതൊക്കെ ചെയ്യുന്ന നിമിത്തം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ദൈവം മുൻപാകെ അതിന് മറ്റൊരു പേരില്ല. അതിൻ്റെ പേരെന്താണെന്നറിയാമോ? അവിശ്വസ്തതയാ. വളരെ ശാന്തമായിട്ട് ദൈവത്തിൻ്റെ മക്കൾ കേൾക്കണം. അപ്പനെ അല്ലെങ്കിൽ പാരൻഹുഡിനെ സ്വർഗമേൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യം അപ്പൻ മക്കൾ എന്നതുപോലെ പ്രബോധിപ്പിച്ച, ഉത്സാഹിപ്പിച്ച, സാക്ഷ്യം പറഞ്ഞും പോന്നു. കഴിഞ്ഞ ദിവസം ഒരു കഥ വായിച്ചപ്പോൾ അതിനകത്തൊരു കുഞ്ഞുണ്ട്. വല്ലപ്പോഴൊക്കെ അപ്പൻ്റെ $10 മേടിക്കും. അപ്പനിടയ്ക്ക് കുഞ്ഞ് ചോദിക്കും, അല്പസമയമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ഒക്കുമെന്ന് ചോദിക്കുമ്പോൾ ഈ അപ്പം പറയും, എനിക്ക് ഒരു ദിവസം 10 മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ $100 കിട്ടത്തുള്ളൂ, അതുകൊണ്ട് സമയം ചിലവഴിക്കാനായിട്ടില്ല. ഈ കുഞ്ഞ് പല ദിവസങ്ങൾ കൊണ്ട് $30 കളക്ട് ചെയ്ത് ഒരു ദിവസം സായാഹ്നത്തിൽ അപ്പൻ്റെ അടുക്കൽ വന്നിട്ട് ഈ $100 അപ്പന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് 10 മണിക്കൂർ നീ ജോലി ചെയ്താൽ കിട്ടുന്നൊരു വേതനമാ, നാളെ ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് ചെലവഴിക്കാമോ? എല്ലാവരും എന്നെ ശ്രദ്ധിച്ചോണം. ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. ജീവിതത്തിൻ്റെ തിരക്കുകളുടെ ഇടയ്ക്കും വ്യതകളുടെ ഇടയ്ക്കും പലപ്പോഴും നമ്മുടെ റെസ്പോൺസിബിലിറ്റി ചെയ്യുവാൻ നാം ഇങ്ങനെ, അത് ഉദാസീനതയായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല, ജീവിത സാഹചര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് നാം ഒന്ന് ചിന്തിച്ച് കഴിയുമ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ മക്കളെ, ഒരപ്പനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം കുടുംബത്തിൻ്റെ പുരോഹിതനാണ്. The family needs to be considered as a miniature of a small church in which each father of the family needs to function as a priestly role. That's a miniature of a priest. ഇത് നമുക്ക് ഒഴിവാക്കാൻ ഒക്കത്തില്ല. ഇവിടെ നമുക്ക് എക്സ്ക്യൂസ് പറയാനായിട്ട് ഒക്കത്തില്ല. സിസ്റ്റർ ആഡിസ് നമ്മുടെ ഇംഗ്ലീഷ് സർവീസിനാണല്ലോ വരുന്നത്. കഴിഞ്ഞ ദിവസം അവരെ വിസിറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാനും ആൻസി ചെന്നപ്പോൾ അവിടെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇരിപ്പുണ്ട്. I was so much happy when she was making a comment saying she used to go for her night duty, but Saturday morning she finds time for a Bible study with one and only son, Ebenezer. മനസ്സിലാകുന്നുണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക്? ശനിയാഴ്ച പ്രഭാതത്തിൽ അല്പസമയം, അവർക്ക് ഒറ്റ മകനെ ഉള്ളല്ലോ, നമ്മുടെ ഇംഗ്ലീഷ് സർവീസിനാണ് വരുന്നത്. ഞാൻ ആ പുസ്തകങ്ങളെല്ലാം കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തു. എത്രമാത്രം കൺസേൺഡാ. ഒറ്റ തലമുറയുള്ളൂ, വെല്ലുവിളികൾ നിറഞ്ഞ ലോകമാ. ഇവിടുത്തെ സ്കൂളിനെ കുറിച്ചും പശ്ചാത്തലങ്ങളെക്കുറിച്ചും ആ മാതാവ് വേദനയോടുകൂടെ പറഞ്ഞു. അതിൻ്റെ നടുവിലും തിരക്കിൻ്റെ നടുവിലും അല്പസമയം സിസ്റ്റമാറ്റിക് ആയിട്ട് റെഗുലർലി കണ്ട തൻ്റെ പൈതലിനോടുകൂടെ സ്പെൻഡ് ചെയ്ത ഉള്ള ആ പൈതൽ
കൈവിട്ടു പോകാതെ ദൈവകൃപയിൽ നിർത്തുവാനായിട്ട് കൊടുക്കുന്ന പ്രബോധനം, കൊടുക്കുന്ന ആലോചന, കൊടുക്കുന്ന സാക്ഷ്യം. ഞാൻ പിതാക്കന്മാരോട്, മാതാക്കന്മാരെ ഞാൻ ഒഴിവാക്കിയില്ല, നിങ്ങളെ മൊത്തം ഞാൻ ചലഞ്ച് ചെയ്യുകയാണ്. എവിടെയോ നമുക്കൊരു ടേണിംഗ് പോയിന്റ് ആവശ്യമാണ്. കണ്ണുനീരോടുകൂടി നമുക്കൊന്ന് കരയാം. എന്താണ് അപ്പൻ്റെ റോള്? ഈ ലോകത്തിലെ ഏത് പുരുഷനും വിവാഹത്തിൽ കൂടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൻ എന്ന പദവിക്ക് അർഹനാ. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ സംസാരിക്കുന്നത് കേവലം അപ്പൻ എന്ന നാമകരണമല്ല, ദൈവമുൻപാകെ വിശ്വസ്തയോട് നിൽക്കുന്ന, ദൈവത്തെ ഭയപ്പെടുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, അടുത്ത തലമുറയെ ദൈവകൃപയിൽ ചേർത്ത് നിർത്തുവാൻ വെമ്പൽ കൊള്ളുകയും വാഞ്ചിക്കുകയും അതിനുവേണ്ടി അധ്വാനിക്കുകയും അതിനുവേണ്ടി കരയുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും അതിനുവേണ്ടി ഇടിവിൽ നിൽക്കുകയും അതിനുവേണ്ടി മുഴങ്കാലിരുന്ന് പൈശാചിക മണ്ഡലങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ട് ആത്മാവിൽ നമ്മുടെ തലമുറകളെ വിട്ടുകൊടുക്കാതെ മുഴങ്കാൽ മടക്കി ദൈവം മുൻപാകെ കരയുന്ന അപ്പന്മാരെയാണ് ഇന്ന് രാവിലെ ദൈവസഭയ്ക്ക് ആവശ്യം. എന്താ സാക്ഷ്യം അറിയാമോ? അപ്പൻ മക്കളെ മേടിച്ച് അടുത്തിരുത്തി പറയണം, നിന്റെ അപ്പനാകുന്ന ഞാൻ കടന്നുപോയ ദുർഘടമേടുകളുണ്ട്, വേദനകളുണ്ട്, ഒരു നേരത്തെ അഷ്ടിക്ക് വകയില്ലാതെ കലങ്ങിയ അനുഭവങ്ങൾ, കാലിലിടുവാൻ ചെരുപ്പില്ലാത്ത അനുഭവങ്ങൾ, ഒറ്റ വസ്ത്രം കൊണ്ട് ദിവസം തോറും തള്ളി നീക്കിയ അനുഭവങ്ങൾ, കട്ടൻ കാപ്പിയും ചീനിയും കഴിച്ച ദിവസങ്ങൾ, ചാണകം മെഴുകിയ പുരയിൽ വസിച്ച അനുഭവങ്ങൾ, ഓലക്കുടലിൽ പാർത്ത അനുഭവം. ഒരുപക്ഷെ നമുക്കൊന്നും അതില്ലായിരിക്കാം. എങ്കിൽ തന്നെയും ജീവിതത്തിൽ നാം കടന്നു പോകുന്ന റിയാലിറ്റി, വേദനകളെല്ലാം അടുത്ത തലമുറയോട് സ്പെൻഡ് ചെയ്യുന്ന മാതാപിതാക്കന്മാർക്കായി ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന് സ്തോത്രം. അല്പം സാക്ഷ്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. അവർക്ക് പറയുമ്പോൾ അവർക്ക് മനസ്സിലാകാൻ ഒക്കത്തിൽ. അമേരിക്കയിൽ ജനിച്ചു വളർന്നപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഈ സാക്ഷ്യങ്ങളൊക്കെ ഒരുപക്ഷെ പുച്ഛമായിരിക്കാം. എന്നാലും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് കണ്ണുനീരോടുകൂടി ദൈവസ്ഥലിൽ പ്രാർത്ഥിച്ച്, ചില സന്ദർഭങ്ങൾ സാക്ഷ്യത്തിന് വേണ്ടി, ചില സന്ദർഭങ്ങൾ പ്രബോധനത്തിന് വേണ്ടി, ചില സന്ദർഭങ്ങൾ ദൈവദിനം പഠിപ്പിച്ചു കൊടുക്കുവാൻ, ചില സന്ദർഭങ്ങൾ ഒരുമിച്ച് മുഴങ്കാലുകൾ മടക്കി, ചില സന്ദർഭം ഒരുമിച്ച് കരകളൊന്ന് കോർത്തു പിടിച്ചുകൊണ്ട് ദൈവസ്ഥലിൽ കരയുവാനും പ്രാർത്ഥിക്കുവാനും പിതാക്കന്മാരെ നാം സമയമെടുക്കേണ്ടത് അതിക്രമിച്ചിരിക്കുക. Praise the Lord. ഇതാ അപ്പൻ മക്കൾ റിലേഷൻഷിപ്പ്. It's not something you feed them alone. That's a part of. അതിന്റെ പാർട്ടാ. തലമുറയ്ക്ക് കൊടുക്കുവാൻ ആത്മീയ അനുഭവങ്ങൾ, തലമുറയ്ക്ക് കൊടുക്കുവാൻ ആത്മീയ കൗൺസിൽ, തലമുറയ്ക്ക് കൈമാറുവാനായിട്ടുള്ള വചനം, തലമുറയ്ക്ക് കൈമാറുവാനുള്ള അനുഭവങ്ങൾ, തലമുറയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കുഞ്ഞ് സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ ജോലിയിലാണെങ്കിലും അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും ഓവർ ദ ഫോണിൽ കൂടെ ആയാലും, മോനെ ഡാഡി ഒരു നേരം ഒന്ന് പ്രാർത്ഥിക്കാം, ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇടയ്ക്ക് ക്ഷേമങ്ങളൊന്ന് അന്വേഷിക്കുന്നു, ജീവിതത്തിലെ വെല്ലുവിളികൾ മനസ്സിലാക്കുന്നു. തെറ്റുണ്ടെങ്കിലും കുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സാരമില്ല, നമ്മെ കരുതുന്ന ദൈവമുണ്ട്. പിശാച് അപവാദിയാ, ദൈവം നമ്മെ സ്നേഹിക്കുന്ന ദൈവമാ. നമുക്ക് കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൈകോർത്തിരുന്ന് പ്രാർത്ഥിച്ചൊന്ന് ആശ്ലേഷിച്ച് കഴിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസമുണ്ടാകും. But the unfortunate thing is we run through the busiest schedule of our life to make both ends meet. അത് തെറ്റെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇനി മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ നമ്മുടെ തലമുറയോട് മാത്രമല്ല, നമ്മുടെ കൊച്ചുമക്കളോടുന്ന ദൈവത്തിന്റെ ഒരു കടപ്പാട്, ദൈവത്തിന്റെ ചില ആലോചനകൾ നമ്മുടെ തലമുറകളോടും നമ്മുടെ കൊച്ചു തലമുറകളോടും ഉണ്ടെന്നുള്ളത് ദൈവത്തിന്റെ 'ദൈവത്തിന്റെ' മക്കൾ മറക്കരുത്. 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 'ദൈവത്തിന്റെ' മക്കൾ മറ
എനിക്കറിയാം എൻ്റെ സമയം പോകുകയും എൻ്റെ മെസ്സേജിൻ്റെ 1/4 ഞാൻ വന്നിട്ടില്ല. ഞാൻ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ ഗൈഡ് ചെയ്യുക. നമ്മുടെ സമ്പത്ത് എന്താണെന്നറിയാമോ? അറ്റ് എൻഡ് ഓഫ് ദ ഡേ തലമുറയാ. ബാക്കിയെല്ലാം ഇവിടെ പെറിഷ് ചെയ്ത് പോകുന്നതാ. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഇവിടുത്തെ കാറ് കൊണ്ടുപോകാൻ ഒക്കത്തില്ല, വീട് കൊണ്ടുപോകാൻ ഒക്കത്തില്ല, ബാങ്ക് ബാലൻസ് കൊണ്ടുപോകാൻ ഒക്കത്തില്ല, നിന്റെ ഒന്നും കൊണ്ടുപോകാൻ ഒക്കത്തില്ല. എന്നാൽ അറ്റ് എൻഡ് ഓഫ് ദ ഡേ തലമുറയുമായിട്ട് കാഹളം കേൾക്കുമ്പോൾ സ്വർഗത്തിൽ നിത്യമായിട്ട് വസിപ്പാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് രാവിലെ പിതാവേ മാതാവേ, അത് ഏറ്റവും എന്റെ വലിയ സ്വത്ത്. അതുകൊണ്ടാ സംഗീതം എഴുതുമ്പോൾ സംഗീതക്കാരൻ പറയുന്നത്, മക്കളെ യഹോവ നൽകുന്ന ദാനം ഉദരബലം എന്ന പ്രതിഫലം അർത്ഥം അറിയാമോ? They are the heritage that needs to be protected, those needs to be preserved. അപ്പന്മാരെ, ഞാനൊരു അപ്പനാ. വെല്ലുവിളികൾ നിന്ന ജീവിതയാത്രയാ. കണ്ടില്ലെന്ന് നടിക്കാൻ ഒക്കത്തില്ല, കേട്ടില്ലെന്ന് നടിക്കാൻ ഒക്കത്തില്ല. കാതുകൂർപ്പിക്കണം, ഹൃദയം വളരെ പാഷനേറ്റ് ആയിട്ട് തീരണം, സമയം കണ്ടെത്തണം, കരയണം, നിലവിളിക്കണം, ദൈവത്തിൽ വിലപിക്കണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന മസ്റ്റായിട്ട് സംഭവിച്ചിരിക്കണം, കുടുംബ പ്രാർത്ഥന മസ്റ്റായിട്ട് സംഭവിച്ചിരിക്കണം, കുടുംബ പ്രാർത്ഥന മസ്റ്റായിട്ട് സംഭവിച്ചിരിക്കണം. ഹല്ലേലൂയ. ഈ ഓട്ടത്തിന്റെ ഇടയ്ക്ക് പ്രൈമറിലി ആയിട്ടുള്ള കാര്യങ്ങൾ മിസ് ചെയ്ത് പോകുന്നത് പിശാചിനെ കാണുന്ന ഇഷ്ടമാണ്. എന്നാൽ ദൈവദാസനിൽ കൂടെ, ദാവീദിൽ കൂടെ ദൈവാത്മാവ് പറയുക, ആക്ട് ലൈക്ക് മെൻ. ധൈര്യം കൊണ്ട് പുരുഷനായിട്ടിരിക്കുക. നിന്റെ റെസ്പോൺസിബിലിറ്റീസ് നീ ചെയ്യണം, നിന്റെ കടപ്പാടുകൾ ചെയ്യണം. ഇനി ഞാനൊരു കാര്യം പറയാം. കഴിഞ്ഞ നാളുകളത്തെ പരാജയം ഓർത്ത് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ലീവ് ഇറ്റ് ബിഹൈൻഡ്. Leave it behind. Leave it behind. I always say to my children or my students, move forward. Moving forward doesn't mean that everything that you need to leave behind, but it's better to leave things behind, but also learn the lessons what happened previously in your life. മനസ്സിലാകുന്ന ദൈവത്തിന്റെ മക്കൾ, നമ്മൾ മുന്നോട്ട് ഓടണം. We need to move forward. If you look back, you cannot move forward. It doesn't mean that you are leaving everything behind. അതെല്ലാം വിട്ട് കളഞ്ഞ് ഓടണമെന്നല്ല. എന്നാൽ കഴിഞ്ഞ നാളുകളിലെ ജീവിത പരാജയങ്ങളിൽ നിന്ന് ചില ലെസൺസ് പഠിച്ചതിന് ശേഷം മുന്നോട്ട് കർത്താവിനെ നോക്കിക്കൊണ്ട്, കർത്താവെ പരാജയം സംഭവിച്ചു, ഇനി അത് ആവർത്തിക്കപ്പെടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മുന്നോട്ട് എൻ്റെ സ്വത്ത്, എൻ്റെ തലമുറയാ, എൻ്റെ കുടുംബമാ, എൻ്റെ സഭയാ. എനിക്ക് മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം. ആ നിത്യതയിൽ എൻ്റെ കർത്താവുമായിട്ട് ഒരുമിച്ച് യുഗം യുഗം വാഴുവാൻ. വെല്ലുവിളികളുടെ നടുവിൽ വിട്ടുകൊടുക്കരുത്. പിടിച്ചോണം. പിടിച്ച് പ്രാർത്ഥിക്കണം, പോരാടി പ്രാർത്ഥിക്കണം. ഉദരത്തിൽ വഹിച്ച് ലോകത്തിലേക്ക് പിറവി കൊടുത്ത ബാല്യകാലവും യൗവനകാലവും ഒക്കെ വളർത്തി നല്ലൊരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ ആത്മമണ്ഡലത്തിൽ ദൈവകൃപയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകാനായിട്ട് ഒത്തില്ലെങ്കിൽ എവിടെയോ സംഭവിച്ച പാകപ്പിഴകളും പരാജയങ്ങളും ആത്മാവിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവത്തിൻ്റെ മക്കൾ ഉത്സാഹം കാണിച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ അപ്പൻ നമ്മെ കൈവിടത്തില്ല. എത്ര പേർക്ക് വിശ്വസിപ്പാനൊക്കും? എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ലെന്ന് വിശ്വാസമുള്ളവർ ഒന്ന് കരങ്ങളടിച്ച് give a clap offering unto the heavenly Father. അടുത്തത് ശലോമോൻ പറഞ്ഞത് 2-ാമത്തെ കൗൺസിൽ 3-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നില്ല, 3-ലേക്ക് ഞാൻ അവസാനം വരാം. 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ നിന്റെ ദൈവമായ യഹോവയുടെ വഴികളിൽ നടന്ന് അവൻ്റെ ചട്ടങ്ങൾ, അവൻ്റെ വിധികൾ, കൽപ്പനകൾ, സാക്ഷ്യങ്ങൾ. 11 പറഞ്ഞാൽ പോരായിരുന്നോ? കണ്ടോ? ചട്ടം എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ട്സ്. അടുത്തെന്ന് പറയുക കൽപ്പനകൾ, ദാറ്റ്സ് കമാൻഡ്മെന്റ്സ്. വിധികൾ, ജഡ്ജ്മെന്റ്. സാക്ഷ്യങ്ങൾ, ടെസ്റ്റിമണീസ്.
ഞാൻ പറഞ്ഞല്ലോ, ഉത്തരവാദിത്വം വ്യതിചലിക്കുവാൻ നമുക്ക് കഴിയത്തില്ല. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, കൊടുക്കുന്നു. ദാറ്റ്സ് എവരിതിങ് ഈസ് ഓക്കെ, ഗുഡ്. ഇനി നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട് ഉണ്ടെന്ന് അറിയാമോ? എന്താ? കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാ. ഈ ആദാമും ഹവ്വായെയും തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പുറത്താക്കാൻ കാര്യം എന്തോ? പാപം ചെയ്തു മിത്തോ. അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ട്. തിന്നുന്ന നാൾ നീ എന്തു ചെയ്യും? അത് മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാ. ഞാൻ അപ്പന്മാരോടൊരു കാര്യം പറയട്ടെ. സത്യം പറഞ്ഞാൽ ഈ ഫലം തിന്നതാരാ? ആരാ തിന്നത്? ഹലോ, പറഞ്ഞോ. വേദപുസ്തകം പറ. നിങ്ങൾ ഹവ്വായ ഇത് ചോദിച്ചത് ആരോടാ? ദൈവം ഇറങ്ങി വന്നിട്ട് ഹവ്വായ നീ എവിടെ നിന്നാ നീ ചോദിച്ചേ? വല്ലതും മനസ്സിലായോ? ആഡം, വേർ ആർ യു? ആദാമേ നീ എവിടെ നിന്ന് ചോദിച്ചത്? അല്ലാണ്ട് പുസ്തകത്തിൽ എവിടെയെങ്കിലും ഹവ്വായ നീ എവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടോ? ആരാ റെസ്പോൺസിബിൾ? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലേ? ആരാ റെസ്പോൺസിബിൾ? നമ്മളാ. ഞാനും കൂടെ ഉണ്ടല്ലോ, നമ്മളാ. ഇനി അടുത്തത് ഞാൻ ചോദിച്ചോട്ടെ. ഈ കനാനിലേക്കൊക്കെ എത്തിയപ്പോൾ പലരും പല സ്വഭാവമൊക്കെ കാണിച്ചെങ്കിലും മിസ്സിസ് ജോഷുവ എന്ന് പറഞ്ഞത് മിസ്റ്റർ ജോഷുവ എന്ന് പറഞ്ഞത്, ഫോർ മീ ആൻഡ് മൈ ഹൗസ് ഹോൾഡ് വി വിൽ സെർവ് ദ ലോർഡ്. ഹലോ, മിസ്റ്റർ ജോഷുവ പറഞ്ഞ കേട്ടോ. സ്തോത്രം. റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി നമ്മൾ പറഞ്ഞു നോക്കത്തുള്ളൂ. ശലോമോനോട് പറയുക, ചട്ടങ്ങൾ. ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? ചട്ടങ്ങൾ, ചട്ടങ്ങൾ, സ്റ്റാറ്റ്യൂസ്. പ്രൈസ്. അതെന്താ അറിയാമോ? യു ഹാവ് ടു മെയിൻറ്റെയിൻ യുവർ അപ്പോയിൻമെന്റ് വിത്ത് ഗാഡ്. ഈ ചട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോടുള്ള അപ്പോയിൻമെന്റ് എന്ത് ചെയ്തോണം? ഇപ്പൊ എല്ലാം ഫോണിലുണ്ട്. പണ്ട് വേദപുസ്തകം മറന്നാലും അങ്ങ് പോയേക്കാന്ന് വിചാരിക്കും. പക്ഷെ ഫോൺ മറന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഓ, ഫാദേഴ്സ് ഡേ അല്ലേ പാസ്റ്റർ? കാര്യമല്ല ഞാൻ പറയുന്നത്. ഇത് മറന്നാലും കുഴപ്പമൊന്നുമില്ല, ഫോണിലുണ്ടല്ലോ. പക്ഷെ ഫോൺ മറന്നാൽ നമ്മൾ എന്ത് ചെയ്യും? സ്തോത്രം. എല്ലാവരുമായിട്ടുള്ള അപ്പോയിൻമെന്റ് ഒക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ എന്തെങ്കിലും ഒരു ക്ഷീണോ അസ്വസ്ഥത ഉണ്ടെങ്കിൽ പിന്നെ ഏതാ മെയിൻറ്റെയിൻ ചെയ്യാത്തതെന്ന് അറിയാമോ? പറഞ്ഞോ. We will make sure we maintain the appointment with all officers. But sometimes we lack maintaining our appointment with God. ഇന്ന് രാവിലെ ഒരു തീരുമാനം എടുത്തോണം. ദൈവത്തിൻ്റെ ചട്ടമാ. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തോടുള്ള അപ്പോയിൻമെന്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം. DL മൂടി ആകെ 4ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ളൂ. നിങ്ങൾക്കറിയാമോ? ഓൺലി 4th ഗ്രേഡറാ. അതോ 5th ആണെന്നൊന്നും എനിക്കറിയത്തില്ല. ഒരു ക്ലാസ് കൂടെ പഠിച്ചെന്ന് തോന്നുന്നു. 5th ആണോ 4th? ഐ എം നോട്ട് വെരി ഷുവർ. ബട്ട് ഹി മെയ്ഡ് ആൻ അപ്പോയിൻമെന്റ് വിത്ത് ഗാഡ്. ഹി വാസ് എ റിവൈവൽ പ്രീച്ചർ. ഹി വാസ് എ ബിസിയസ്റ്റ് പേഴ്സൺ. താൻ ദൈവത്തോട് ഒരു അപ്പോയിൻമെന്റ് എടുത്ത് എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും എത്ര ആയിരങ്ങളോട് ഞാൻ പ്രസംഗിച്ചാലും ഐ വിൽ ഷെയർ ഗോസ്പൽ വിത്ത് വൺ പേഴ്സൺ ഇൻഡിവിജ്വലി. ശ്രദ്ധിച്ചോ. അങ്ങനെ ഒരു ദിവസം മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് താൻ വളരെ ക്ഷീണിതനായിട്ട് തൻ്റെ വീട്ടിലേക്ക് വന്ന് 11 മണിയായി. തന്നെ അകത്ത് ഇത് കുത്തിക്കൊണ്ടിരുന്നു. ആ അപ്പോയിൻമെന്റ് മീറ്റ് ചെയ്യാൻ താൻ സ്ട്രീറ്റിലേക്ക് ഇറങ്ങി. ആ സമയത്ത് അർദ്ധരാത്രി സ്ട്രീറ്റിൽ പാപത്തിൽ വെല്ലുവിളികൾ നിറഞ്ഞൊരു മനുഷ്യനോട് താൻ സുവിശേഷം ഷെയർ ചെയ്തു. ആ വ്യക്തി അന്ന് രാത്രി തൻ്റെ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുക്കുവാനായിട്ടിടയായി. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, മെയിൻറ്റെയിനിങ് ദ അപ്പോയിൻമെന്റ് വിത്ത് ഗാഡ്. ദൈവത്തോട് പറഞ്ഞിട്ടുള്ള സകലതും എന്ത് ചെയ്തോണം? മെയിൻറ്റെയിൻ ചെയ്തോണം. നമ്പർ 2, ദൈവത്തിൻ്റെ കൽപ്പനകൾ. ദൈവം പറഞ്ഞിരിക്കുന്നത്
ചെയ്യാനും ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്നതും നമ്മൾ എന്ത് ചെയ്തോണം? അനുസരിച്ചോണം. ചെയ്യാൻ പറഞ്ഞത് ചെയ്യണം, ചെയ്യരുതെന്ന് പറഞ്ഞത് എന്ത് ചെയ്യരുത്? ചെയ്യരുത്. ദാറ്റ്സ് എ കമാൻഡ്മെന്റ്. ഇനി അടുത്തതാ, സ്തോത്രം, മൂന്നാമത്തേത് ദൈവത്തിൻ്റെ വിധികൾ, ദൈവത്തിൻ്റെ ജഡ്ജ്മെന്റ്സ്, ഓർഡിനൻസസ്, വിധികൾ പാലിക്കപ്പെടുവാനുള്ളതാ. വിധിക്ക് അപ്പീലില്ല. എല്ലാ ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ വിധിക്ക് എന്തില്ല? അപ്പീലില്ല. ജഡ്ജ്മെന്റ്, വളരെ നീതിപൂർവമുള്ള ജഡ്ജ്മെന്റ് ദൈവം ചെയ്യുന്നത്. ആ വിധികൾ എന്ത് ചെയ്തോണം? ദൈവത്തിൻ്റെ മക്കൾ അനുസരിക്കണം, അത് പാലിക്കണം. അടുത്തത് എന്താണെന്നറിയാമോ? സാക്ഷ്യങ്ങൾ. ജീവിതത്തിൽ ടെസ്റ്റിമണീസ് കീപ്പ് ചെയ്യണം. കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ അപ്പൻ ദൈവഭക്തനാ. കുഞ്ഞുങ്ങൾ പറയണം, എൻ്റെ പാരൻസ് ദൈവം ഭാഗം പ്രാർത്ഥിക്കുന്നവരാ. കുഞ്ഞുങ്ങൾ പറയണം, വീട്ടിനകത്തും വെളിയിലും ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യത്തിലും എൻ്റെ അപ്പനും അമ്മയും സെയിമാ, മാറ്റമില്ല. ശ്രദ്ധിക്കണം. സാക്ഷി എവിടുന്ന വരണമെന്ന് അറിയാമോ? ഭവനത്തിൽ നിന്ന്. ശലോമോനോട് ദൈവം പറയുകയാണ്, ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, സാക്ഷ്യങ്ങൾ പ്രമാണിക്കണം. രണ്ടാമത്തെ കൗൺസിൽ. ഇനി ഈ കൗൺസിൽ അനുസരിച്ചാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് പറഞ്ഞ പെട്ടെന്ന് ഞാൻ നിർത്താം. ആ ബെനിഫിറ്റ് മൂന്നാമത്തെ വാക്യം എന്താണെന്നറിയാമോ? നീ എന്ത് ചെയ്താലും, വായിച്ചേ, നീ എവിടേക്ക് തിരിഞ്ഞാലും റിവാർഡാ കേട്ടോ, ശ്രദ്ധിച്ചോണം. 2 കൗൺസിൽ കൊടുത്തു. ഒന്ന്, നീ ധൈര്യം പൂണ്ട് പുരുഷനായിരിക്കുക. 2, ചട്ടങ്ങൾ, കൽപ്പനകൾ, വിധികൾ, സാക്ഷ്യങ്ങൾ പ്രമാണിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് റിവാർഡ്. കർത്താവിൻ്റെ വചനം പറയുക, നിന്റെ രാജാസനത്തിൽ ഒരു പുരുഷൻ നിനക്കില്ലാതെ പോകുകയില്ല. ദൈവത്തിൻ്റെ മക്കളെ, എന്നെ പെട്ടെന്ന് ശ്രദ്ധിച്ച് ക്വിക്കായിട്ട് ഞാനൊന്ന് പറയട്ടെ. ദാവീദ് ഒരുപാട് തെറ്റ് ചെയ്തു. പക്ഷെ ബൈബിൾ സേസ് ഹി ഈസ് ദ വൺ ഹു ലിവ്സ് ആഫ്റ്റർ ദ ഹാർട്ട് ഓഫ് ഗാഡ്, ആഫ്റ്റർ ഗാഡ്സ് ഹാർട്ട്. അല്ലേ? ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം നടന്നവൻ എഴുതിയിരിക്കുന്നതാ. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചേ. He committed he broke at least 6 laws. ഒരു 6 കൽപ്പനകൾ എങ്കിലും ദാവീദ് ബ്രേക്ക് ചെയ്തു. എവിടെ തൊട്ടാ കൽപ്പന അറിയാമോ? 10 അതിൽ 6ാമത്തെ കൽപ്പന എന്താ? കുല ചെയ്യരുത് ആണല്ലോ. ഡു നോട്ട് മർഡർ. അടുത്ത ഡു നോട്ട് കമ്മിറ്റ് അഡൾട്ടറി. അവിടെ തൊട്ട് താഴോട്ട് നിങ്ങൾ നോക്കിയാൽ മതി. ഇതൊക്കെ അദ്ദേഹം ബ്രേക്ക് ചെയ്തു. പക്ഷേ ദൈവത്തിൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും എല്ലാം അറിഞ്ഞ ദാവീദ് ദൈവത്തിൻ്റെ ആലോചനയുടെ മുമ്പിൽ സമർപ്പിച്ച ദൈവോൻഭാഗ ക്രമീകരണം പ്രാപിച്ചിട്ട അതേ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും നിയമങ്ങളെല്ലാം തൻ്റെ തലമുറയ്ക്ക് കൊടുത്തിട്ട് പറയുകയാണ്, സ്തോത്രം, നീ കൃതാർത്ഥനാകും. that you may prosper. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ചട്ടങ്ങളും വിധികളും കൽപ്പനകളും സാക്ഷ്യങ്ങളും പ്രമാണിപ്പാൻ ദൈവത്തിൻ്റെ മക്കൾ തയ്യാറായാൽ, പ്രത്യേകിച്ച് അപ്പന്മാർ ആ റെസ്പോൺസിബിലിറ്റി തങ്ങളുടെ കുടുംബത്തിൽ ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നു, പ്രൈസ് ദി ലോർഡ്, യു വിൽ ഫൈൻഡ് ദ ഫേവർ ഇൻ ദ സൈറ്റ് ഓഫ് ഗാഡ്. ദൈവത്തിന് മുമ്പാകെ നാം കൃതാർത്ഥരായി തീരും. എത്ര പേർക്ക് ഇന്ന് രാവിലെ പ്രാർത്ഥിപ്പാനായിട്ട് നോക്കും? എല്ലാ മാതാപിതാക്കന്മാർ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചാട്ട്, വിശേഷാൽ ഈ ചർച്ചിൽ ഇന്ന് രാവിലെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാ അപ്പന്മാർ ദൈവസ്ഥനിൽ പ്രാർത്ഥിച്ചാട്ട്, ഓൺലൈനിൽ കൂടെ യോഗം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ
എല്ലാ അപ്പന്മാർ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് that you may prosper. നാം കൃതാർത്ഥരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം. എല്ലാ ദൈവത്തിന്റെ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട് യേശുവിന്റെ നാമത്തിൽ കൗൺസിൽ അംഗീകരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ആലോചന അനുസരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ചട്ടങ്ങളും വിധികളും കൽപ്പനകളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിന്നോടുള്ളൊരു വാഗ്ദത്തമുണ്ട്. നിന്റെ തലമുറ കൈവിട്ടു പോകത്തില്ല. കൈവിടത്തക്ക രീതിയിൽ ദുഷ്ടൻ പല പദ്ധതികൾ തയ്യാറാക്കുമ്പോൾ കരയുന്ന അമ്മമാർ എഴുന്നേൽക്കട്ടെ, കരയുന്ന അപ്പന്മാർ എഴുന്നേൽക്കട്ടെ. ഈ ഫാദേഴ്സ് ഡേക്ക് ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, അപ്പന്മാർ കരയുന്ന അപ്പന്മാരായി മുടങ്കാലുകൾ ദൈവത്തിൽ മടക്കിക്കൊണ്ട് രാത്രിയുടെ യാമങ്ങൾ ഓലോല കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അടുത്ത തലമുറയ്ക്ക് വേണ്ടി ദൈവസന്നിധാനത്തിൽ മധ്യസ്ഥത അണച്ച് പൈശാചിക നുഖത്തിൽ നമ്മുടെ തലമുറകൾ വിടുവിക്കപ്പെടുവാൻ ഇന്ന് രാവിലെ എത്ര അപ്പന്മാർ ഇന്ന് രാവിലെ ഉത്സാഹത്തോടെ ആത്മാവിൽ ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരും. എത്ര അമ്മമാർ ഇടിവിൽ നിന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീരും. അവർ ദൈവത്തോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ചില തീരുമാനങ്ങളിലേക്ക് ഇന്ന് രാവിലെ മാതാപിതാക്കൾ കടന്നു വരുവാൻ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ചട്ടങ്ങളിലേക്കൊരു മടങ്ങി വരവ്, കൽപ്പനകളിലേക്കൊരു മടങ്ങി വരവ്, വിധികളിലേക്കൊരു മടങ്ങി വരവ്, സാക്ഷ്യങ്ങളിലേക്കൊരു മടങ്ങി വരവ്, ദൈവിക കൗൺസിലേക്കൊരു മടങ്ങി വരവ്. പ്രാർത്ഥിച്ചാട് യേശുവിന്റെ നാമത്തിൽ. Everybody എല്ലാവരും പ്രാർത്ഥിച്ചാട്ട. Choir, you could come to the front. Hallelujah. Rashashi kamera hatyarantara ribalava usharava. സഭയായി പ്രാർത്ഥിക്കാം. തലമുറകളെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പന്മാർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇന്ന് രാവിലെ ഒന്ന് റിന്യൂ ചെയ്യാം. അപ്പന്മാർ ഇന്ന് രാവിലെ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒന്ന് റിന്യൂ ചെയ്യാം. ഇന്ന് രാവിലെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഭൗതികത മാത്രമല്ലല്ലോ, ഭവനങ്ങൾ ആത്മീയതകൾ മെയിൻറ്റെയിൻ ചെയ്യുവാൻ, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യുവാൻ. എന്നെ കേൾക്കുന്ന അപ്പന്മാരിൽ എത്ര പേർ രാവിലെ തീരുമാനിക്കും, എന്റെ കുടുംബത്തിൽ ഒരു പുരോഹിതനായി ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഇന്ന് രാവിലെ എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് എത്ര പിതാക്കന്മാർക്ക് ഇന്ന് രാവിലെ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും? Yes, this is the altar call coming from the Lord. How many of you, the parents, how many of the men of God can take a bold decision in the presence of God? Lord, hereby I am submitting myself that I will function the role of a priest in my small church family. That's my respective family. എന്റെ കുടുംബത്തിൽ ഞാനൊരു പുരോഹിത ശുശ്രൂഷ ചെയ്യാം. എന്റെ കുടുംബത്തിൽ ഒരു ആത്മീയത ഞാൻ ഡെവലപ്പ് ചെയ്യാം. എന്റെ കുടുംബത്തിൽ ഞാൻ ഒരു ആരാധന എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്റെ കുടുംബത്തിൽ ഒരു കുടുംബ പ്രാർത്ഥന ഞാൻ എസ്റ്റാബ്ലിഷ് ചെയ്യും. എന്റെ കുടുംബത്തിൽ ഒരു തലമുറയ്ക്ക് വേണ്ടി മുഴങ്കാലുകളിൽ ഞാൻ ഇരിക്കും. എന്റെ കുടുംബത്തിലെ തലമുറകൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ കരയും. ഞാൻ അവരോട് കൂടെ മുട്ടുമടക്കിയിരിക്കാം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരോട് ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യും. എന്റെ വീടൊരു കൊച്ചു ബൈബിൾ സ്കൂളാക്കി ഞാൻ മാറ്റും. ഹല്ലേലൂയ. എന്തോ ദൈവാത്മാവിന്റെ രാവിലെ പറയുന്നു, നമ്മുടെ ഭവനം, ഞാൻ, എന്റെ ഭാര്യ, എന്റെ കുഞ്ഞുങ്ങൾ, അതൊരു കൊച്ചാലയമാ. സ്തോത്രം. ആലയമാ, സാങ്ച്വറി. അവിടെ ദൈവസാന്നിധ്യം വിളങ്ങട്ട. Head of the family, father, you are responsible and accountable to the priestly service to be functioning in your family. Hallelujah. പരിശുദ്ധാത്മാവിന്റെ രാവിലെ വിവേചിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുക. We have time for everything other than the spiritual awakening in our lives. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കാം, നിലനിൽക്കുന്ന ആത്മീയതയാ. ആരോഗ്യം വന്നു പോകും, ഹല്ലേലൂയ, സൗന്ദര്യം വന്നു പോകും, പ്രതാപങ്ങൾ വന്നു പോകും, എല്ലാം ഫ്ലക്ച്വേറ്റ് ചെയ്യും. But at the end of the day, what stays with you and me, the grace of God.
We are to fight for our generation. പരിശുദ്ധാത്മാ ശക്തമായി പറയുക. I know time has gone a little bit. Ragana Jagana Shantara Vaishyasya. കരയാൻ തയ്യാറാകപ്പന്മാരെ, നമ്മുടെ മേൽ വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് നമ്മുടെ ഭാര്യമാരിലേക്ക് അല്ലെങ്കിൽ അമ്മമാരിലേക്ക് ഇട്ടുകൊടുക്കരുത്. ഞാൻ ചെയ്യേണ്ടുന്നത് ഞാൻ ചെയ്യണം. There is no replacement, no compromise. Yes. തിരക്ക് ദൈവത്തോട് പറയരുത്. ദൈവം ഈ ഒരു പുതിയ ദിവസം ഇവിടെ തന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഒന്ന് കരയാമോ? ഒന്ന് പ്രാർത്ഥിക്കാമോ?